ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ചാരാൻ ഒരു തോളിന് പകരം നമുക്കൊരു മല തന്നെ ഉള്ളൊരു ഫീൽ ഉണ്ടാവും. ശരിക്കും ഒരു ഭർത്താവ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 പുറത്തുനിന്ന് സപ്പോർട്ട് കിട്ടുമെന്നൊക്കെ കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഒരാൾ അവരുടെ ലൈഫ് സ്റ്റോറി ഷെയർ ചെയ്തതാണ്. ആക്ച്വലി ആ ലൈഫ് സ്റ്റോറി ഞാൻ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായത്, ഇതേ അവസ്ഥയിൽ പോകുന്ന കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പലതവണ ഈ സെയിം ഇൻസിഡൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ എന്നാൽ പിന്നെ ഞാൻ നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യാന്നുള്ളത്. ഓൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതാണ്: എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലിനെ കൂടെ എൻ്റെ ഒരു ശത്രുക്കളാക്കിയിട്ട് പുള്ളി മാറ്റാണ്ടിരുന്നാൽ മതി. ആക്ച്വലി ഹീ ഈസ് റിയലി ഗുഡ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹസ്ബൻഡിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം പുള്ളി നടപ്പിലാക്കുന്നുണ്ട്. അതായത് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം മീൻസ് ഒരു പുറത്തുനിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഭാര്യയ്ക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ആൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹീസ് റിയലി എന്താ പറയുക, നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ അടിപൊളിയാണ്. ഓൺലൈനിൽ ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ട്, വീക്ക്ലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി ട്വൈസൊക്കെ ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ട്, കുടുംബക്കാരോടെ കൊണ്ടുപോകുന്നുണ്ട്, ഇഷ്ടംപോലെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യൻ. ഈ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് എന്തായിരിക്കും പരാതി പറയാനുണ്ടാവുക, അല്ലെങ്കിൽ പരിഭവം പറയാനുണ്ടാവുക? അവൾ അയാളെക്കുറിച്ച് എന്ത് പരാതി പരിഭവം പറഞ്ഞാലും അവളുടെ വീട്ടുകാർ പോലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താ അറിയോ, ഇതൊക്കെ ഇയാൾ ഇവൾക്ക് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഇവളുടെ വീട്ടുകാർക്കും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇയാളുടെ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു തോട്ടം എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ ഇയാൾ ബെഡ്റൂമിൽ അട്ട ഫ്ലോപ്പ് ആയിരിക്കുമോ, അല്ലെങ്കിൽ സെക്ഷലി ഹറാസ് ചെയ്യുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷേ അയാൾ ബെഡ്റൂമിലും ഡീസൻ്റാണ്, സെക്ഷലി ഹറാസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ആൾ വളരെ ജെൻറ്റിലാണ്. ഓക്കെ, ഇനി എവിടെയാണ് പ്രോബ്ലം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവൾക്ക് ഇങ്ങനെ ഒന്ന് ബ്രെത്ത് എടുക്കണമെങ്കിൽ അയാളുടെ പെർമിഷൻ വേണം. ഓക്കെ, ഇത് പറയുന്നത് കേൾക്കുമ്പോൾ അതിനിപ്പോൾ എന്താ, കെട്ടിയന്മാരുടെ അനുവാദം വാങ്ങിച്ചിട്ട് എന്തൊരു കാര്യം ചെയ്യുന്നത് നല്ലതല്ലേ എന്നുള്ളൊരു തോട്ട് നിങ്ങളിൽ കുറേ ആൾക്കാർക്ക് തോന്നുമായിരിക്കും. നല്ലതാണ്. പക്ഷേ ഇതേ സാധനം നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു നോക്കി. നിങ്ങൾ എവിടെ പോകുമ്പോഴും എന്നോട് പറഞ്ഞിട്ട് പോകണം, നിങ്ങൾ എന്ത് കഴിക്കുമ്പോഴും എൻ്റെ അടുത്ത് പറയണം, നിങ്ങൾ ആരോട് സംസാരിക്കുമ്പോഴും എന്നോട് പറയണം. എല്ലാത്തിൻ്റെയും മുന്നേ ഒരു അനുവാദം വാങ്ങിച്ചെടുക്കേണ്ടുന്ന ഒരവസ്ഥയിൽ നിങ്ങളുടെ ഭർത്താവ് നിൽക്കുമോ? എനിക്ക് തോന്നിയില്ല കേട്ടോ നിൽക്കുമോ എന്നുള്ളത്. ഇനി അങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ. പക്ഷേ ലിറ്ററലി ഇവളുടെ അവസ്ഥ അങ്ങനെയാണ്. ഇവൾക്ക് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കാൻ പറ്റില്ല, ഭർത്താവിൻ്റെ പെർമിഷൻ വേണം. ഇവളിപ്പോൾ ഇതൊരു ഫീമെയിൽ ഫ്രണ്ട് ആണെങ്കിൽ പോലും ഹസ്ബൻഡിൻ്റെ പെർമിഷൻ വേണം. മൊബൈൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പുള്ളി ചെക്ക് ചെയ്യും. അതേപോലെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. ഈവൻ യൂട്യൂബ് യൂസ് ചെയ്യാം, സ്ക്രോൾ ചെയ്ത് കാണാം. ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ പ്രൈവറ്റ് ആയിരിക്കണം. വാട്സാപ്പിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ആളുകളായിട്ട് പോലും സംസാരിക്കാനായിട്ട് പാടില്ല. അയാൾ എടുത്ത് കൊടുക്കുന്ന കൈൻഡ് ഓഫ് ഡ്രസ്സുകൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ലോഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഇവളുടെ വീട്ടിലോട്ട് വരണമെങ്കിൽ പോലും ആൾ അനുവദിക്കുന്ന സമയത്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ. ഉമ്മാക്ക് വയ്യ പറഞ്ഞാൽ വരാൻ പറ്റില്ല, വാപ്പാക്ക് വയ്യ പറഞ്ഞാൽ വരാൻ പറ്റില്ല. ഇനി അഥവാ ഇവളുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവളുടെ വീട്ടിൽ നിന്ന് താത്താരെ വീട്ടിലോട്ടോ കാക്കാരെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലോ പോകാനായിട്ട് ആൾ അനുവദിക്കില്ല. അങ്ങനെ ഒരു ലോഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. ഈവൻ ഡ്രൈവിങ് പഠിക്കണം. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിലും എനിക്ക് നമ്മുടെ വീട്ടിൽ 2-3-4 വണ്ടി ഉണ്ടല്ലോ, നമുക്ക് എടുത്തിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം, ഡ്രൈവിങ് സ്കൂളിൽ പുരുഷന്മാർ ഇതുപോലെ പഠിപ്പിച്ചെടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഞാൻ നിനക്ക് ഡ്രൈവിങ് പഠിപ്പിച്ചരാം, എന്നിട്ട് ടെസ്റ്റ് എടുക്കാനായിട്ട് പോയാൽ മതി. അതും ഒരു ഫീമെയിൽ ഇൻസ്ട്രക്ടറുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അത് പഠിക്കാൻ വേണ്ടി മാത്രം പോയാൽ മതി എന്നായിരുന്നു. ഡ്രൈവിങ് പഠിച്ചത് തോക്ക് തരും, പക്ഷെ വെടി വെക്കരുത് എന്ന് പറഞ്ഞാൽ ഡ്രൈവിങ് പഠിച്ചോ, പക്ഷെ വണ്ടി ഓടിക്കരുത്. സീരിയസ്ലി ഇത് കേട്ടപ്പോൾ ഒന്ന് ശ്വാസം എടുക്കാനുള്ള ഫ്രീഡം കുട്ടിക്കില്ല. അതായത് അവൾ +2 വെച്ച് പഠിത്തം നിർത്തിയതാണ്. കല്യാണം കഴിപ്പിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ ജോലിക്ക് പോകാമെന്നൊക്കെ. പക്ഷെ ആ പഠിത്തം അതോടുകൂടെ കഴിഞ്ഞു. ഇപ്പം ചോദിക്കുന്ന സമയത്ത് ആൾ ചോദിക്കുന്ന കാര്യമാണ്, പഠിച്ചിട്ട് എന്തിനാ ജോലിക്ക്, ജോലി ചെയ്തിട്ട് എന്തിനാ, നിനക്ക് ജോലി ചെയ്തിട്ട് എത്ര ശമ്പളമാണോ കിട്ടുന്നത് ഞാൻ നിനക്ക് ഇവിടെ തരാം, നീ നിൻ്റെ ഇഷ്ടത്തിന് യൂസ് ചെയ്തോ. ആക്ച്വലി ഓൾക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും പുള്ളി വാങ്ങിച്ചു കൊടുക്കാൻ വില്ലിങ്ങാണ്. അപ്പം പിന്നെ ഓൾക്കത് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു മനുഷ്യനെ ഫുൾ ടൈം മോണിറ്റർ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ആൾ എന്ന് പറയുന്നത്. എന്നിട്ട് ആളോട് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഭാര്യ എങ്ങനെ നടക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, എൻ്റെ ഭാര്യ ആരോട് സംസാരിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, എൻ്റെ ഭാര്യ എന്ത് കഴിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, എൻ്റെ ഭാര്യയുടെ എല്ലാ ജീവിതം മൊത്തത്തിൽ ഞാൻ തീരുമാനിക്കും എന്നാണ് അയാൾ പറയുന്നത്. അയാൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരോട് ഇവർ സംസാരിക്കാൻ പാടില്ല, അയാൾക്ക് ഇഷ്ടമില്ലാത്തടത്ത് ഇവൾ പോകാൻ പാടില്ല. ഇത് ഞാൻ പറയുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിരിക്കും. എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഓൾക്ക് എന്താ അയാൾ പറഞ്ഞാൽ കേട്ടാ എന്നുള്ളതായിരിക്കാം. പക്ഷേ
ഓരോ കുഞ്ഞു സാധനോടാ. ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ മകൻ്റെ സ്കൂളിലോട്ട് കുട്ടീനെ ആക്കിയിട്ട് വരട്ടെ, അല്ലെങ്കിൽ ഞാൻ കുട്ടീനെ പിക്ക് ചെയ്യാൻ പോട്ടെ, ഞാനും കുഞ്ഞുമ്പാടെ ഇന്ന സ്ഥലത്തേക്ക് പോട്ടെ. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ആ ഒരു 5 മിനിറ്റ് വൈകൂട്ടോ. ഞാൻ 3 മണിയെന്ന് പറയുന്നത് 3:05 ആയില്ലേ, അത് വൈകൂട്ടോ. ഈ 3 മണി എന്നുള്ളത് 3:05 ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ അടിയാണ്, ബഹളമാണ്, ഒച്ചയാണ്. നിനക്ക് പറഞ്ഞാൽ കേൾക്കാൻ വയ്യ, നിനക്ക് ഞാൻ പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പേടിച്ചിട്ടാണ്. സച്ച് എ ടോക്സിക് റിലേഷൻഷിപ്പ്. ശരിക്കും ഇതൊരു റെഡ് ഫ്ലാഗ് ആണ് കേട്ടോ. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ഹിസ്റ്ററി ഒക്കെ തിരഞ്ഞു പോകുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് മുന്നത്തെ ഒരു എക്സിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പാരൻസിൻ്റെ ഇഷ്ടമോ കെയറോ ഒന്നും വേണ്ട പോലെ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാർ സഡനായിട്ട് ആളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വലിയൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും. ഇവിടെ എന്നെ വിട്ട് വേറെ ആരെങ്കിലും നോക്കുമോ, അല്ലെങ്കിൽ എന്നെ വിട്ട് വേറെ ആരെങ്കിലും പിന്നാലെ എന്നേക്കാൾ ഇഷ്ടം വേറെ ആരോടെങ്കിലും ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ തുടങ്ങണം. ഈ എന്നേക്കാൾ ഇഷ്ടം വേറെ ആരോടെങ്കിലും ഉണ്ടാവുമോ എന്ന് വരുന്ന സമയത്ത് ഇവളുടെ വീട്ടുകാരോട് പോലും അവനേക്കാളും ഇഷ്ടം ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഇവളുടെ വീട്ടുകാർക്ക് ഈ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടുകാരോട് വന്നിട്ട് പറയുകയാണ്, എനിക്ക് നിന്ന് ശ്വാസം വിടാൻ സമയം തരുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രൈവസി ഇല്ല, ഒരു ഫ്രീഡം ഇല്ല എന്നൊക്കെ പറയുന്ന ടൈമിൽ സ്വന്തം വീട്ടുകാരനെ പറയാം, അവൻ നിന്നെ നന്നായിട്ട് നോക്കുന്നില്ലേ, അവൻ നിന്നെ കറങ്ങാൻ കൊണ്ടുപോകില്ല, എനിക്ക് എന്ത് വേണേലും ഓൺ ചെയ്യുന്നില്ലേ, പിന്നെ നിനക്ക് എന്താ പ്രശ്നം. ഇവൻ കറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ഷോപ്പിലുള്ള ഒരാളുടെ അടുത്ത് ഓള് സംസാരിച്ചാൽ പോലും അയാൾ ചോദിക്കുന്ന കാര്യം ഇത്രമാത്രം സംസാരിക്കാൻ എന്താ, ചിരിച്ചു കഴിഞ്ഞാൽ എന്തിനാ അങ്ങനെ ഒച്ചയിട്ട് ചിരിക്കുന്നത്, ഇങ്ങനെ കുറേ. അതായത് കുട്ടി അവളുടെ സങ്കടം ഇങ്ങനെ പറയുന്ന സമയത്ത് ചിരിക്കാൻ, അത് ഒരു ഫംഗ്ഷന് പോയി കുറേ കുടുംബക്കാരെല്ലാവരും ഉണ്ട്, നല്ലോണം തമാശ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ ആ ചിരിക്കുന്ന സമയത്ത് ഇതിന് ഇത്രമാത്രം ചിരിക്കാൻ എന്താ, എന്തിനിപ്പോൾ അവരത് അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യം, അടങ്ങ് ഒന്ന് ഒതുങ്ങ്, അങ്ങനെ ആ ഒരു മൂഡ് മൊത്തത്തിൽ സ്പോയിൽ ചെയ്യുന്ന കൈൻഡ് ഓഫ്. ഇപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ആ ഇഷ്ടം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും. അൾട്ടിമേറ്റ്ലി മറ്റൊരു വ്യക്തിയാണ്, ആ വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ടാവും, ഐഡൻറ്റിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ വേ ഓഫ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. അതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ മോൾഡ് ചെയ്ത് എന്താ പറയുക, നമ്മൾ ലവ് ആയിട്ട് കരുതുന്ന പല കാര്യങ്ങളും ലവ് അല്ല, അത് ടോക്സിസിറ്റി ആണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ഇനിയിപ്പോൾ ഇതേ സാധനം ഓള് ചെയ്യണമെന്ന് വിചാരിച്ചു, ഓള് ഏൺ ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്നിരുന്നാൽ തന്നെ ഹസ്ബൻഡ് ചെയ്യുമോ, നിങ്ങൾ ഇങ്ങനെ പോകണ്ട, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണ്ട, കറങ്ങാൻ പോകണ്ട, വീട്ടിൽ നിന്ന് പുറത്ത് പോകണ്ടെങ്കിൽ എന്നെ അറിയിക്കണം, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ എന്നെ അറിയിക്കണം, നിങ്ങൾ എവിടെയെങ്കിലും പോയി 5 മിനിറ്റ് വൈകുമ്പോഴേക്കും എന്നെ അറിയിക്കണം. ഇതേ സാധനം പേടിയും പെരുങ്ങാറ്റമൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് ഉണ്ടാവൂലേ. അപ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇവർക്ക് പാസ്റ്റിലൊരു ട്രോമയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊരു കൗൺസിലറിനെ അല്ലെങ്കിൽ ഒരു തെറപ്പിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ സൈക്യാട്രിസ്റ്റിനെ ഒക്കെ കാണിച്ചിട്ട് അത് മാറ്റാൻ നോക്കുക. അല്ലാണ്ട് ആളുടെ നേച്ചർ അങ്ങനെയാണ്, അല്ലെങ്കിൽ ആളുടെ ക്യാരക്ടർ അങ്ങനെയാണ്, ഓളൊന്ന് സഹിക്കട്ടെ, ഓളൊന്ന് ക്ഷമിക്കട്ടെ, അങ്ങനെ പറയണ്ട. കാരണം ഭർത്താവ് മാത്രം, ഒറ്റൊരു വ്യക്തി എന്നുള്ള ഒരാളിൽ മാത്രം ഒരു സ്ത്രീക്ക് ഒതുങ്ങിക്കൂടുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇനി മക്കൾ വലുതായി വരുന്ന സമയത്ത് ഇവൻ മക്കളുടെ അടുത്ത് ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നത് പോലും ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ഇവർ എന്താ പറയുക, നീ എന്നിൽ മാത്രം നീ ഒതുങ്ങിക്കൂടണം എന്നുള്ളൊരവസ്ഥയിലേക്ക് ആൾക്കാർ കൊണ്ടെത്തിക്കും. അങ്ങനെ കൊണ്ടെത്തിക്കുമ്പോൾ സ്ത്രീകൾ സ്വാഭാവികമായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആവും. കാരണം 24/7 ഒരു സ്ത്രീ ഒരു പുരുഷൻ ഒരു സ്ത്രീനെ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടേ നടക്കണം. അതിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് വ്യതിചലിച്ചാൽ അയാൾ തെറ്റുന്നു, തല്ലുകൂടുന്നു, സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവളുടെ ഹോൾ വേൾഡ് അയാളാണ്. അയാൾ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ലൈഫ് എന്തായി, അതില്ലാതെ ആയില്ലേ. അതാണ്. അപ്പം ഇവർക്ക് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ഈ സ്ത്രീയെ പണിഷ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. കാരണം അവളുടെ സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്റ്റ് എന്ന് പറയുന്നത് അയാളാണ്. അങ്ങനെ ആക്കി അയാൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപകടാവസ്ഥ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനെ തിരുത്തുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫാമിലി മെമ്പേഴ്സെങ്കിലും അവൾക്ക് സപ്പോർട്ട് കൊടുക്കുക. കാരണം ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവളുടെ ബന്ധുക്കളും ഇവളുടെ ഫ്രണ്ട്സും ഇവളുടെ മക്കളും ഒക്കെ അവൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം കൂടെ നല്ല രീതിക്ക് കൊണ്ടുപോയിട്ട് ഭർത്താവിനെ കൂടെ ചേർത്ത് ഇവള് ഭർത്താവിനെയും ഫാമിലിനെയും ചേർത്ത് നിർത്തുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറ്റുക. അതല്ലാതെ ഭർത്താവിനെല്ലാം ഉണ്ടായിക്കോട്ടെ, ഓൾക്ക് ഭർത്താവ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നൊരു സിസ്റ്റം ഇറ്റ്സ് നോട്ട് റിയലി ഗുഡ്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സർവൈവ് ചെയ്തതെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. ഇതുപോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്ന കുറേ കുട്ടികൾക്ക് ഹെൽപ്പായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ ഒരുപാട് ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് മെസ്സേജ് ഇടാം. എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നമ്മളൊരു സോഷ്യൽ അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ത്രീകളുടെ ലൈഫിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പഠിക്കാനുള്ള അവകാശം, പുറത്തിറങ്ങാനുള്ള അവകാശം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളെ കാണാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്, അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.